PUCV പാനൽ ചെയ്തിരിക്കുന്നത് MNRE രജിസ്റ്റേർഡ് വെണ്ടേഴ്സിനെല്ലാം അവർ PUCV ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു PUCBയുടെ ഒരു വശം എന്ന് പറയുന്നത് PUCV നേരത്തെ തൃപ്പൂണിത്തുറ ഏരിയയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമുള്ള വെണ്ടേഴ്സാണ് ഇവിടെ PUCB രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അവിടെ ബിസിനസ് കൊണ്ടുവരാകുന്നില്ല. PUCBയുടെ ഞങ്ങളുടെ അനുഭവത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോൺ പ്രോസസ്സും PUCB ആണ്. നമ്മൾ PUCBയിൽ ഒരു പേപ്പേഴ്സ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് സാങ്ഷൻസ് റിപ്പോർട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് മെയിൽ അപ്പം തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സാണ്, വളരെ ഈസിയാണ്. അപ്പം ഞങ്ങൾ കണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കണയന്നൂർ താലൂക്കിൽ മാത്രമേ അത് കണയന്നൂർ താലൂക്കിൻ്റെ എല്ലാ പ്രദേശത്തും ചെയ്തിരുന്നുമില്ല. പക്ഷേ ഇപ്പോൾ അത് PUCB കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും സോളാർ ഇൻസ്റ്റാളേഷന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാങ്ക് ഈ KCB വെണ്ടേഴ്സിൽ അല്ലെങ്കിൽ MNRE വെണ്ടേഴ്സിൽ രജിസ്റ്റർ ചെയ്ത വെണ്ടേഴ്സിൽ ഒരു സെപ്പറേഷനൊന്നും നടത്താൻ ഒക്കില്ല. കാരണം അതൊന്നും ഇന്ന ആളുകളെ മാത്രം ചെയ്യണമെന്നുള്ള ക്രൈറ്റീരിയാസോ അങ്ങോട്ട് പ്രത്യേക ക്രൈറ്റീരിയാസൊന്നുമില്ല ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഈ PUCB രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ വെണ്ടർമാരിൽ ഒരാളാണ് ഞാൻ. തുടങ്ങിയപ്പോൾ തന്നെ ഈ MNRE സ്കീം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്തത് ഞാനാണ് PUCBയിൽ.